ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററിലെ ഗുണന സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 80-ലെ 1ാമത്തെ ചോദ്യമാണ്. ഇവിടെ ചോദ്യം ഇതാണ്: ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്ററും പരപ്പളവ് 70 ചതുരശ്ര സെൻറ്റിമീറ്ററുമാണ്. നീളവും വീതിയും ഇതിനേക്കാൾ 3 സെൻറ്റിമീറ്റർ കുറവായ ചതുരത്തിൻ്റെ പരപ്പളവ് കാണുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലത്തെ ചോദ്യം അതായത് സമവാക്യം ഫ്രെയിം ചെയ്യാനായിട്ട് ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ അത് അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് എളുപ്പമാകത്തുള്ളൂ. 1ാമത്തെ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് സമവാക്യ ജോഡികൾ അഥവാ പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ ഇക്വേഷൻ ഫ്രെയിം ചെയ്യുന്ന എങ്ങനെയാണെന്നുണ്ട്. അപ്പോൾ ഇവിടെ ചതുരമാണ്. ചതുരത്തിൻ്റെ ചുറ്റളവും പരപ്പളവും ഒക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചതുരം വരയ്ക്കാം. ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് 40, പരപ്പളവ് 70. ഇനി ഈ ചതുരത്തിൻ്റെ വശങ്ങൾ, അതായത് നീളവും വീതിയും 3 സെൻറ്റിമീറ്റർ കുറവായ ചതുരമാണ് എടുക്കുന്നത്. അടുത്തത് 3 സെൻറ്റിമീറ്റർ കുറവെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനേക്കാളും വലിപ്പം കുറവാണ്. അപ്പം നമുക്ക് ചെറിയൊരു ചതുരം വരയ്ക്കാം. ഇപ്പം ഈ ചതുരത്തിൻ്റെ നീളം എക്സും വീതി വൈയും ആണെങ്കിൽ, ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം എക്സും വീതി വൈയും ആണെങ്കിൽ, രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളം x-3യും 3 സെൻറ്റിമീറ്റർ കുറവാണല്ലോ, വീതി y-3യും ആയിരിക്കും. പുതിയ ചതുരത്തിൻ്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പരപ്പളവെന്ന് പറയുമ്പോൾ നീളം ഗുണം വീതിയാണ്. അതായത് നീളം x-3, വീതി y-3. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ x ഇൻറ്റു y, പിന്നെ x ഇൻറ്റു -3 പ്ലസ് x ഇൻറ്റു -3. ഇനി -3 ഇൻറ്റു y, ഇനി -3 ഇൻറ്റു -3. ഇനി നമുക്കിവിടെ ചുറ്റളവ് 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 വശം കൂടെ കൂട്ടുന്നതാണ്. അതായത് എതിർവശങ്ങൾ തുല്യമാണല്ലോ. അപ്പോൾ ഇവിടെ x ആണെങ്കിൽ ഈ വശവും x ആണ്, ഇത് y ആണെങ്കിൽ ഇപ്പുറത്തെ വശവും y ആണ്. അല്ലെങ്കിൽ അതിൻ്റെ പകുതിയാണല്ലോ x+y. അപ്പോൾ x+y എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 40ൻ്റെ പകുതിയായ 20 ആയിരിക്കും. ഇനി ഇവിടെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതിയാണ്. അതായത് x ഇൻറ്റു y അല്ലെങ്കിൽ xy ഈക്വൽ ടു 70 എന്നും എഴുതാം. ഇനി ഈ xyയും x+yയുടെയും വില നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ xy, ഇവിടെ നോക്കിക്കേ, ഒരു മൈനസ് ഉണ്ട്, അപ്പം -3x. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പം -3y. ഇനി നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ആകും, അപ്പോൾ +3 × 3 9 ആയി. ഇനി xy, ഈ രണ്ട് പദങ്ങൾ നോക്കുക. x ഉണ്ട്, y ഉണ്ട്, -3x -3y. അപ്പോൾ -3 പൊതുവായിട്ട് എടുക്കാം. -3 എടുത്തു കഴിഞ്ഞാൽ ഈ -3x -3 എടുത്തു കഴിയുമ്പോൾ ബാക്കി എക്സേ ഉള്ളൂ. ഇനി -3yയിൽ നിന്ന് -3 പുറത്തെടുത്തു, നെഗറ്റീവ് ഉൾപ്പെടെ എടുത്തു. അപ്പോൾ ബാക്കി എന്താ? y മാത്രമേ ഉള്ളൂ. അപ്പോൾ yയുടെ സൈൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, അതുകൊണ്ട് +y +9. ഇനി xyയുടെയും x+yയുടെയും വില നമുക്ക് ഇട്ട് കൊടുക്കാം. xy എന്ന് പറയുന്നത് 70 ആണ്. അപ്പോൾ ഈക്വൽ ടു 70 -3 ഇൻറ്റു x+y എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 20 + 9 എന്ന് എഴുതാം. ഇനി 70 3 × 2 6 ആണ്. അപ്പോൾ 3 × 20 60 ആണ്, +9. 70 ന്ന് 60 പോയാൽ 10, 10ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ 19.
അപ്പോൾ 19 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 1 മീറ്റർ വീതം കുറച്ചാൽ പരപ്പളവ് 741 ചതുരശ്ര മീറ്റർ ആയിരിക്കും. 1 മീറ്റർ വീതം കൂട്ടിയാൽ 861 ചതുരശ്ര മീറ്ററും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്, ചുറ്റളവ് എത്രയാണ്, നീളവും വീതിയും എത്രയാണ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഒറിജിനൽ ചതുരത്തിൻ്റെ നീളവും വീതിയും 1 മീറ്റർ കുറച്ചാലുള്ളതുണ്ട്, 1 മീറ്റർ വീതം കൂട്ടിയാലുള്ളതുണ്ട്. അപ്പോൾ 3 ഫിഗർ നമ്മളിവിടെ വരയ്ക്കും. ഇവിടെ ഇതാണ് നമ്മുടെ ചതുരം. ചതുരത്തിൻ്റെ നീളം എക്സും വീതി വൈയും ആണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡുകളുടെ നീളം 1 മീറ്റർ കുറഞ്ഞാൽ, അപ്പോൾ ഇവിടെ ചെറിയ റെക്റ്റാങ്കിളായി, അതായത് അതിൻ്റെ ലെങ്ത് x-1ഉം ബ്രെഡ്ത്ത് y-1ഉം ആയി. ഇനി അതിൻ്റെ ലെങ്ത് 1 മീറ്റർ കൂടിയാൽ, അപ്പോൾ ലെങ്ത് x+1ഉം ബ്രെഡ്ത്ത് y+1ഉം ആയി. ഇനി ഇവിടെ ഓരോന്നിൻ്റെയും, അതായത് 1 മീറ്റർ കുറഞ്ഞാലുള്ള ഏരിയ തന്നിട്ടുണ്ട്. പരപ്പളവ് 741 ആണ്. അതായത് പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത് x-1 ആണ്, ബ്രെഡ്ത്ത് y-1 ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് 741. ഇനി ലെങ്ത്തും ബ്രെഡ്ത്തും ഓരോ മീറ്റർ കൂടിയാൽ ഉള്ള ഏരിയ ആണ് 861. അപ്പോൾ ലെങ്ത് x+1ഉം ബ്രെഡ്ത്ത് y+1ഉം ആകുമ്പം x+1 ഇൻറ്റു y+1 ആണ് 861. അങ്ങനാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്രയാണ്, പെരിമീറ്റർ എത്രയാണ്, സൈഡ് ലെങ്സ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏരിയ കാണണം, പെരിമീറ്റർ കാണണം, സൈഡ് ലെങ്സ് എന്ന് പറഞ്ഞാൽ എക്സ് കാണണം, വൈ കാണണം. ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പം എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് XY പ്ലസ് എക്സ് ഇൻറ്റു -1. ഇനി -1 ഇൻറ്റു വൈ, -1 ഇൻറ്റു -1 ഈക്വൽ ടു 741. അപ്പോൾ ഇവിടെ XY -x -y നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പ്ലസ് ആയി, +1 ഈക്വൽ ടു 741 എന്ന് എഴുതാം. ഇനി ഈ 1നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അതായത് XY -x -y ഈക്വൽ ടു 740 കിട്ടും. ഈ 1 +1 അപ്പുറത്ത് പോയപ്പോൾ -1 ആയി. 741ൽ നിന്ന് 1 പോയപ്പോൾ 740. ഇത് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് നമുക്ക് എടുക്കാം. ഇനി അതേപോലെ തന്നെ നമ്മുടെ 1 മീറ്റർ കൂട്ടുമ്പോൾ ഉള്ളത് നമുക്ക് അതേപോലെ ഇക്വേഷൻ ഫ്രെയിം ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു വൈ XY പ്ലസ് എക്സ് ഇൻറ്റു +1, അപ്പോൾ പ്ലസ് എക്സ് തന്നെ, +1 ഇൻറ്റു വൈ പ്ലസ് വൈ +1 ഇൻറ്റു 1 തന്നെ ഈക്വൽ ടു 861. ഇനി ഇവിടെയും ഈ 1നെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? XY പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 860. ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായും എടുക്കാം. ഇനി ഈ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് XYയും x+yയും കിട്ടും. അതായത് XY ആണ് ഏരിയ, പെരിമീറ്റർ x+y കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും പെരിമീറ്റർ. പിന്നെ അത് രണ്ടും വെച്ചിട്ട് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ആ 2 ഇക്വേഷൻസും താഴെ എഴുതി. പിന്നെ നമുക്കിത് സോൾവ് ചെയ്യണം. ഒന്നെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. അഡിഷൻ ആണല്ലോ നമുക്ക് ഏറ്റവും എളുപ്പം. അപ്പോൾ ആഡ് ചെയ്യുന്നു.
ഇത് നോക്കിക്കേ, പ്ലസ് എക്സും മൈനസ് എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിന് ക്യാൻസൽ ആയി പൊക്കോളും. പ്ലസ് വൈയും മൈനസ് വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതും അങ്ങ് ക്യാൻസൽ ആയി പൊക്കോളും. പിന്നെ എക്സ് വൈ പ്ലസ് എക്സ് വൈ എന്ന് പറയുന്നത് 2xy ആണ്, ഈക്വൽ ടു 860 പ്ലസ് 740. ഇപ്പോൾ 0 0 കൂടെ ആഡ് ചെയ്യുമ്പോൾ 0, 6 പ്ലസ് 4 10, 8 പ്ലസ് 8 16. അതായത് 2xy എന്ന് പറയുന്നത് 1600 കിട്ടി. അങ്ങനാണെങ്കിൽ എക്സ് വൈ എത്ര ആയിരിക്കും? 1600ന്റെ പകുതി 800 ആയിരിക്കും. എക്സ് വൈ എന്താണ്? ഏരിയയാണ്. ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈക്വൽ ടു 800 സ്ക്വയർ മീറ്റർ. ഏരിയ കിട്ടി. ഇനി നമുക്ക് പെരിമീറ്റർ കാണണം. അതായത് എക്സ് പ്ലസ് വൈ കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ ഈ ആദ്യത്തെ ഇക്വേഷൻ അങ്ങോട്ട് എടുക്കാം. അതിനകത്തേക്ക് എക്സ് വൈ ഇട്ട് കൊടുത്താൽ മതി. എക്സ് വൈ ഇപ്പം നമുക്ക് 800 കിട്ടിയല്ലോ, അതിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ കിട്ടും. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. എക്സ് വൈ പ്ലസ് വൈ ഈക്വൽ ടു 860. ഇതിനകത്ത് എക്സ് വൈന്ന് ഇപ്പോൾ കിട്ടിയത് 800 ആണ്. അപ്പോൾ 800 പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 860 എന്ന് എഴുതാം. അപ്പോൾ ഈ എക്സ് പ്ലസ് വൈ ആണ് നമുക്ക് വേണ്ടത്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 860 പ്ലസ് 800 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 800 ആയി. അതായത് 60 എന്ന് കിട്ടി. എക്സ് പ്ലസ് വൈ ആണ് 60. നമുക്ക് പെരിമീറ്റർ വരുമ്പോൾ 2 ടൈംസ് വേണം. അപ്പോൾ പെരിമീറ്റർ ഈക്വൽ ടു 2 ടൈംസ് 60, അതായത് 120 എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് നോക്കിക്കേ, എക്സ് പ്ലസ് വൈ 60ഉം എക്സ് വൈ 800 ആണെങ്കിൽ എക്സും വൈയും എത്രയാണ്? ഇനി അടുത്ത അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് വൈ 800, അതായത് പ്രോഡക്റ്റ് 800ഉം സം 60യും ഉള്ള രണ്ട് നമ്പേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഫാക്ടേഴ്സാണ് കാണേണ്ടത്. അപ്പോൾ 800ന്റെ ഫാക്ടേഴ്സ് കാണുന്നതിനേക്കാളും എളുപ്പം 8ന്റെ ഫാക്ടേഴ്സ് കാണുക. 8ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1 × 8ഉം 2 × 4ഉം വരും. ഇനി നമ്മൾ 800 ആണ് നമ്മുടെ നമ്പർ. അപ്പോൾ വേണമെങ്കിൽ 100 × 8 800 ആയല്ലോ. പക്ഷേ 100ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് 3 ഡിജിറ്റ് നമ്പറായിട്ട് വരും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 60 വരാവുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഒരു 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് 10ഉം 80ഉം എടുത്ത് നോക്കാം. 10 × 80 എന്ന് പറയുന്നത് 800 ആണ്. 10 + 80 എടുക്കുമ്പോൾ 90 ആയിപ്പോവും. നമുക്ക് 60 മതി. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ വേണ്ട. അപ്പോൾ ഈ 20ഉം 40ഉം നോക്കിക്കേ. 20 × 40 800 ആണ്. 20 + 40 60 ആണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ആണ് കറക്റ്റ്. അതായത് എക്സിൻ്റെ വാല്യൂ 40ഉം വൈയുടെ വാല്യൂ 20ഉമായിട്ട് എടുക്കാം. എന്തുകൊണ്ടാണ് ഞാൻ എക്സ് വലിയ നമ്പർ എടുത്തതെന്ന് പറഞ്ഞാൽ ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആണ് എക്സ് ആയിട്ട് ഞാൻ എടുത്തത്, ബ്രെഡ്ത്ത് വൈ ആയിട്ടുമാണ് എടുത്തത്. അതുകൊണ്ട് ലെങ്ത് 40ഉം വൈ ബ്രെഡ്ത്ത് 20 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എഴുതി പഠിക്കുക.